ഞാൻ വില്ലീസിൽ നിന്ന് വാങ്ങിയ മാഗി നൂഡിൽസാണ് കേട്ടോ. ചൗമീൻ ഫ്ലേവറിൻ്റെ മാഗി നൂഡിൽസ്. അപ്പോൾ ഇത് എൻ്റേതായിട്ടുള്ള സ്പെഷ്യൽ റെസിപ്പിയിൽ നമുക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ പാൻ വെച്ച് ചൂടായതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിക്കുക. ആ നെയ്യ് ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ ഗാർലിക്ക്, അതിന് ശേഷം ഒന്നൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് ക്യാരറ്റ്, ഒരു ക്യാരറ്റ് ഒരു സവോള, പിന്നെ ഒരു പച്ചമുളക്, ഇത് ഇത്രയും ഇട്ടിട്ട് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടെന്ന് പറഞ്ഞാൽ അധികം അങ്ങനെ വഴണ്ടി പോകണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ആ പച്ചപ്പൊന്ന് മാറി ഒന്ന് ഓക്കെ ആക്കി കിട്ടിയാൽ മതി. അതിന് ശേഷം നമ്മൾ നല്ലോണം ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് പച്ചപ്പ് മാറി കിട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് മസാലാസ് ആഡ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക്. അതിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല, ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒന്ന് നന്നായിട്ട് ഈ മസാലയെല്ലാം ഈ വെജിറ്റബിൾസിലേക്ക് ഒന്ന് ആക്കിയതിന് ശേഷം പച്ചമണമൊക്കെ ഒന്ന് മസാലയുടെ പോയിന്ന് ഒന്ന് തോന്നുമ്പോഴേക്കും നമുക്ക് അടുത്ത് ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഓരോ പാക്കറ്റിലും നമുക്ക് ഒരു മാഗി മസാല കിട്ടുമല്ലോ, അതും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ചൗമീൻ എന്ന് പറയുന്ന ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ അതിനൊരു എക്സ്ട്രാ ഒരു സ്വീറ്റ്നെസ് കൈൻഡ് ഓഫ് ആ ഒരു ടെക്സ്ചറായിരിക്കും ഇതിൻ്റെ ടേസ്റ്റിൽ വരുന്നത്. ആ ഒരു ഒരു ടേസ്റ്റ് രീതിയിലേക്ക് വരിക. സോ നമ്മൾ അതോടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാനിടുന്ന മസാലാസ് എക്സ്ട്രാ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഇന്ത്യൻ ടച്ചിൽ വരുന്ന ഒരു ഇതാണെങ്കിൽ ആ ചൗമീൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു സ്വീറ്റി ഫ്ലേവർ തരുന്നതായിരിക്കും. എനിക്കത് മനസ്സിലായത് അങ്ങനെയാണ്. അപ്പോൾ ഞാനത് രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് വരുന്ന ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടും കൂടെ ഒരുമിച്ച് ആഡ് ചെയ്തത്. സോ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് എക്സ്ട്രാ ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്തത് ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന് ശേഷം വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തത് ഞാൻ നോക്കുമ്പോൾ ടേസ്റ്റ് വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് ന്യൂട്രലൈസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ശേഷം നമ്മൾ ഈ നൂഡിൽസ് ഇട്ട് വേവിച്ചതിന് ശേഷം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അത് എല്ലായിടത്തും ആ വെജിറ്റബിൾസും എല്ലാം തന്നെ എത്തി നല്ലൊരു നോർമൽ രീതിയിൽ എല്ലായിടത്തും ഈക്വലായിട്ട് ആ ഫ്ലേവർ എത്താൻ വേണ്ടിയിട്ട് നന്നോണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ആ ഒരു വാട്ടർ നമ്മുടെ എത്രത്തോളം നമുക്ക് വേണോ, നമ്മുടെ ആവശ്യത്തിന് എത്രയാണോ ആ വാട്ടർ കണ്ടൻറ്റ് വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ നമ്മുടെ മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു എഗ്ഗ് കൂടെ ബോയിൽ ചെയ്ത് ഞാൻ എടുക്കുന്നുണ്ട് എൻ്റെ കൂട്ടത്തിൽ. എനിക്കെപ്പോഴും